transform using method of partial fraction. Okay, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ method of partial fraction? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ടേം, method of partial fraction? Anyone? So now we can discuss how to find the Laplace transform using method of partial fraction. Okay. So ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്ക്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതുക, അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? ലിസൺ. So inverse Laplace transform using method of partial fraction. ഇതിന്റെ കുറച്ച് കേസസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കേസ് 1, കേസ് 2 എന്ന് പറഞ്ഞിട്ട്. സോ കേസ് 1, അൺറിപ്പീറ്റഡ് ഫാക്ടർ. അൺറിപ്പീറ്റഡ് ഫാക്ടേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം, അല്ലാണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഈസിയാണ്, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s plus 1 divided by s into s square plus s minus 6. So this is the question. You have to find the inverse of this function. The inverse കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് s plus 1 into s plus 1 divided by s into s square plus s minus 6 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? യു ഹാവ് ടു ഫൈൻഡ് ദി ഫംഗ്ഷൻ. അതായത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഏത് ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം ആണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം, റൈറ്റ്? ഏത് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എല്ലാ ട്രാൻസ്ഫോംസും എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ പഠിച്ച ട്രാൻസ്ഫോമിന്റെ ഏത് ഫോമിലാണ് ഉള്ളത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഒരു കുറച്ച് വലിയ ഫങ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ തന്നെ ഇതിന്റെ ഇൻവേഴ്സ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇറ്റ്സ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ട? എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6, ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ യു ഹാവ് എൻ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6. ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതണം. സോ ഫാക്ടറൈസേഷൻ മീൻസ് വാട്ട്? നിങ്ങൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക, അതിന്റെ ഫാക്ടറായിട്ട് എഴുതുക. സോ ഇവിടെ നമ്മളെ ഇക്വേഷൻ വന്നിട്ട് എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6 ഈക്വൽ ടു 0. സോ എസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. സാധാരണ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മാതിരി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. സോ മൈനസ് ബി പ്ലസ് സോ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. So here b is equal to what? A equal to 1, b is equal to 1 and c is equal to minus 6. Okay, so minus b, that is minus b plus or minus root of b square minus 4 into a into c by 2a. It is 2 into 1 which is equal to minus 1 plus or minus root of okay. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നോ?
So the question is s plus 1 divided by L inverse of s plus 1 divided by s into s square plus s minus 6. അപ്പം നിങ്ങൾ ഈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് റൂട്ട് കിട്ടും. സോ ഹിയർ നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ട് ഇസ് 2 and minus 3. 2 minus 3 ആണ് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ, ഞാനിപ്പോൾ ചെയ്ത കണ്ടില്ല, അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾ. സോ യു വിൽ ഗെറ്റ് ദി റൂട്ട്സ് 2 and minus 3. So if 2 and minus 3 are two roots of this equation, then s minus 2 and s minus minus 3 are the factors. Okay. അപ്പം എന്താ എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. 2 മൈനസ് 3യും റൂട്ട് ആണെങ്കിൽ. അപ്പം നമുക്കിനി ഇതിനെ എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6. അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇനി ഫാക്ടറൈസ് ചെയ്തിട്ട് എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ഫാക്ടറൈസേഷൻ. അപ്പം ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ് കിട്ടി. ഡിനോമിനേറ്ററിൽ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ ആർ ഫാക്ടേഴ്സ് ആർ എസ്, എസ് മൈനസ് 2, എസ് പ്ലസ് 3. ദീസ് ആർ ദി ഫാക്ടേഴ്സ്. ഈ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എസ് മൈനസ് 0 ആണ്. അപ്പം അത് ഓൾറെഡി ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നത്. ഇക്വേഷൻ ഫോമിലുള്ള ആളെയാണ് നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷനാണ്. അപ്പം മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സിനെയാണ് ആവശ്യം. Okay, so here our factors are s, s minus 2 and s plus 3. അപ്പം ഇനി നമ്മൾ ഇതിനെ മാത്രം ഇങ്ങോട്ട് എടുക്കുക. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ഇതിങ്ങനെ എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യാന്ന് ഓൾറെഡി നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ആൻഡ് ദീസ് ആർ അൺറിപ്പീറ്റഡ് ഫാക്ടേഴ്സ്. ഇവിടെ എസും എസ് മൈനസ് 2ഉം എസ് പ്ലസ് 3 ഒക്കെ എന്താണ്? ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്നും ഒരുപോലത്തെ ഫാക്ടർ അല്ല. എസ് വേറെ ഫാക്ടറാണ്, എസ് മൈനസ് 2 വേറെ ഫാക്ടറാണ്, ആൻഡ് എസ് പ്ലസ് 3 എന്ന് പറയുന്നത് വേറെ ഫാക്ടറാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടർ വരുമ്പം ഇറ്റ് ഈസ് അൺറിപ്പീറ്റഡ് ഫാക്ടർ. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ബൈ എസ് പ്ലസ് ഓരോ ഫാക്ടറിനും എങ്ങനെ കൊടുക്കുക? എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 2 പ്ലസ് സി ബൈ എസ് പ്ലസ് 3. അപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദി മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, തന്ന ക്വസ്റ്റ്യൻ നമ്മൾ അതിനെ ഫാക്ടറൈസ് എഴുതുക. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എയും ബിയും സി ഒക്കെ എഴുതുക. ആൻഡ് ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി എൽ സി എം. എൽ സി എം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതിയ ഡിനോമിനേറ്ററിലെ നമ്മളെ ഫാക്ടേഴ്സ് എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3, ഇതാണ് നമ്മളെ എൽ സി എം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാ ഡിനോമിനേറ്റർ റൈറ്റ് സൈഡിലെ എല്ലാ ഡിനോമിനേറ്ററും നമ്മൾ എന്താക്കണം? ഈ എൽ സി എം ആക്കിയിട്ട് മാറ്റണം. വിച്ച് മീൻസ് യു ഹാവ് ടു ചേഞ്ച് ദിസ് എസ് ഇൻറ്റു എസിനെ നമ്മൾ എന്ത് ചെയ്യണം? എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ആക്കണം. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ എന്തായിരിക്കണം? സെയിം ആക്കണം. Okay, so അടുത്ത സ്റ്റെപ്പ് അതാണ്. സോ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ എസ് ഇൻറ്റു. അപ്പം ഇനി ഇവിടെ എസ് ഓൾറെഡി ഉണ്ട്. അപ്പം ഇത് ഈ ഒരു ഡിനോമിനേറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇനി ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എസ് മൈനസ് 2നെ കൊണ്ടും എസ് പ്ലസ് 3നെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. ആൻഡ് താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ then you have to multiply that same on the numerator. So s minus 2 into s plus 3 എന്ന് വരും, പ്ലസ് ബി ബൈ എസ് മൈനസ് 2 ഇൻറ്റു. അപ്പോൾ ഇവിടെ എസ് മൈനസ് 2 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എസിനെയും എസ് പ്ലസ് 3നെയും. അപ്പം എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എസ് പ്ലസ് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം നമ്മൾ ന്യൂമറേറ്ററിലും എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എസ് പ്ലസ് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സി ബൈ എസ് പ്ലസ് 3. ഇനി ദിസ് ഈസ് എസ് പ്ലസ് 3. അപ്പം എസ് പ്ലസ് 3 ആകുന്ന സമയത്ത് നമുക്ക് ഇനി ആരൊക്കെയാണ് വേണ്ടത്? എസിനെയും എസ് മൈനസ് 2നെയും. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 2. ഓക്കെ, ന്യൂമറേറ്ററിൽ നമ്മൾ എസ് ഇൻറ്റു എസ് മൈനസ് 2 ചെയ്യും. അപ്പം ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഫാക്ടറൈസ് ചെയ്തു, അതിനുശേഷം ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം.
എന്നിട്ട് LCM എടുത്തിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ചെയ്യാം. നൗ അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഡിനോമിനേറ്റർ എന്താ ഈക്വൽ ആയി. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ന്യൂമറേറ്റർ എന്താ വരുവാന്ന് വെച്ചാൽ S+1 is equal to A into S-2 into S+3 plus numerator എന്താ ഇവിടെ S+1. So here it is S+1 equal to A into S-2 into S+3 plus B into S+3 plus C into S-2. അപ്പം ന്യൂമറേറ്റർ മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. Okay, so by using this equation we will get A, B and C. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ എസിന് ഓരോ വാല്യൂസ് കൊടുക്കും. സോ ഹിയർ നമ്മുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് ഒന്ന് പറഞ്ഞേ. എസ് ഒരു ഫാക്ടർ ആണ്, S-2 ഈസ് എ ഫാക്ടർ ആൻഡ് S+3 ഈസ് എ ഫാക്ടർ. ഓക്കെ, അപ്പം എസ് ഒരു ഫാക്ടർ ആണെങ്കിൽ അതിന്റെ റൂട്ട് 0 ആണ്. S-0 എന്നല്ലേ അർത്ഥം. എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് S-0. സോ 0 ആണ് ഇതിന്റെ ഒരു റൂട്ട്. ദെൻ നെക്സ്റ്റ് ഇസ് S-2. S-2 ഇംപ്ലൈസ് 2 ആണ് അതിന്റെ ഒരു റൂട്ട്. സോ S+3 മീൻസ് -3 ആണ് ഇതിന്റെ അടുത്ത റൂട്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 3 റൂട്ട്സുകൾ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ആ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ ഫാക്ടറൈസ് ചെയ്തത്. Okay, and by using this roots we will get the values of A, B and C. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഇപ്പൊ ഞാൻ എഴുതിയ ഇക്വേഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പുട്ട് S is equal to 0, എസിന് 0 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അതേപോലെ നെക്സ്റ്റ് ഇസ് എസിന് നമ്മൾ രണ്ടാമത്തെ റൂട്ട്, അതായത് 2 കൊടുക്കുക. then you will get the another root and then എസിന് -3 കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത റൂട്ട് അല്ല, അടുത്ത വാല്യൂ, അതായത് സിന്റെ വാല്യൂ. അങ്ങനെ ഈ എ ബി സിന്റെ 3ന്റെ വാല്യൂ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തേ, അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ, എ ബി സി ഒന്ന് കണ്ടുപിടിക്കുക. വാല്യൂസ് കണ്ടുപിടിച്ചോ? ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ചെയ്യുന്ന മനസ്സിലായോ എങ്ങനെയാണ് എന്നുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ബാക്കിയുള്ളവർക്ക് അനുരാഗിന് മാത്രമേ മനസ്സിലായുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാരും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, സോ നിങ്ങൾ വേഗം അതിന്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചേ, എ ബി സി വാല്യൂസ്.
കിട്ടിയോ വാല്യൂ ഓഫ് എ എനിവൺ നോക്ക് നിങ്ങൾ ഈ ഒരു ഇക്വേഷനിലോട്ട് എസിന് നമ്മൾ എന്ത് കൊടുക്കും ആദ്യം 0 കൊടുക്കും ഓക്കെ സോ യു വിൽ ഗെറ്റ് 1 ഈക്വൽ ടു ഇവിടെ എന്താവും എ ഇൻറ്റു -2 ഇൻറ്റു 3 പ്ലസ് b into s. S in a 0 or the term complete 0 I put here also. If you put s is equal to 0, then this term will become 0. So itra matre ullu. So namakku endu kittum 1 into -6 ennu kittum, which implies a is equal to -1/6. Okay, so a is equal to -1/6 aanu vera. Similarly, you can find b by putting what s is equal to adutha the factor 2. S is equal to 2 കൊടുക്കുക then 2 plus 1 is 3 എന്ന് വരും is equal to അപ്പം 2 കൊടുത്ത 2 minus 2 ഇവിടെ 0 ആയി പോകും here also 2 minus 2 0 ആയി പോകും ഈ b ന്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ and that is b into 2 into 5 that is 3 is equal to 10b so b is equal to 3 by 10 okay so b is equal to 3 by 10 എന്ന് വരും and now put what s is equal to -3 then you will get -3 plus 1 that is -2 is equal to -3 കൊടുക്കുമ്പോൾ ഈ term 0 ആയി പോകും and this term also will become 0 then c into -3 c into -3 into -5 and that is -2 is equal to 15c c is equal to -2 by 15 വരും okay so these are the values a is equal to -1/6 b is equal to 3 by 10 and c is equal to -2 by 50 അപ്പോൾ നമ്മൾ ഈ a b c ഒക്കെ കണ്ടുപിടിച്ചാൽ നമ്മൾ ഇനി ഇൻവേഴ്സിലേക്ക് പോവാം നമ്മൾ എന്തിനാ ഇത്രയും ചെയ്തത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ L ഇൻവേഴ്സ് ഓഫ് s plus 1 divided by s into s squared plus s minus 6 so this is equal to L inverse of s plus 1 divided by s into s minus 2 into s plus 3 അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി that is L inverse of ഇത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സോ L inverse of so നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് L inverse of s plus 1 divided by s into s square plus s minus 6 ഇതായിരുന്നു കണ്ടുപിടിക്കേണ്ടത് സോ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മൾ അതിനെ എങ്ങനെ എഴുതി s plus 1 divided by s into s minus 2 into s plus 3 എന്ന് എഴുതി അതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് a by s plus b by s minus 2 plus c by s plus 3 right ഇനി നമുക്ക് ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം that is a by s plus L inverse of b by s minus 2 plus L inverse of c by s plus 3 okay which is equal to L inverse of a എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് a is -1/6 by s plus L inverse of b എന്തായിരുന്നു b is 3 by 10 so 3 by 10 divided by s minus 2 plus L inverse of what L inverse of -2 by 15 divided by s plus 3 okay which is equal to L inverse sorry 1 is constant so we can take that constant outside then L inverse of 1 by s എന്ന് വരും plus 3 by 10 is again constant so take that constant outside then 1 by s minus 2 എന്ന് വരും -2 by 15 പുറത്തെടുക്കുക L inverse of 1 by s plus 3 okay which is equal to -1/6 into L inverse of 1 by s 1 by s ന്റെ ഇൻവേഴ്സ് എന്താ അതായത് ഏത് ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം ആണ് 1 by s 1 ൻ്റെത് അല്ലേ സോ 1 by s ന്റെ ഇൻവേഴ്സ് ഇസ് 1
plus 3 by 10 into L inverse of 1 by s minus 2. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് s മൈനസ് അല്ലെങ്കിൽ s പ്ലസ് ഫോമിലാണ് വന്നെങ്കിൽ ഇറ്റ് ഈസ് ഇ റേസ് ടു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ 1 by s minus 2 മീൻസ് ഇ റേസ് ടു മൈനസ് വരുമ്പോൾ പ്ലസ് ഇ റേസ് ടു 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s minus 2 മൈനസ് 2 by 15 into അടുത്ത എന്താണ് 1 by s plus 3 ആണ്. So it is also the transform of exponential function and it is e raised to plus 3 ആണ്. So it is minus 3t. So this is the answer. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സിന്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് it is minus 1 by 6 plus 3 by 10 e raised to 2t minus 2 by 15 e raised to minus 3t. Okay? Is it clear? Clear? മനസ്സിലായോ ചെയ്ത് എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? രണ്ടുപേർക്കേ മനസ്സിലായുള്ളൂ. മനസ്സിലായവരൊക്കെ ഒന്ന് പറ, റിപ്ലൈ താ നിങ്ങള്. ഇല്ല ഇല്ല ഇതില്ല, ഇന്നലെ വരെ എടുത്ത കാര്യങ്ങൾ എക്സാമിനുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പം ഇത് അൺറിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയില്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റൂട്ട് ഉണ്ടാവും. ആ 2 റൂട്ടും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടും സെയിം ആയിട്ട് വരും. ചിലപ്പം സെയിം ആയിട്ട് വരുന്ന സമയത്താണ് ഫാക്ടേഴ്സും എന്താവുന്നത് സെയിം ആവുന്നത്. അപ്പൊ അതായത് റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് വരും, ഒരു ഫാക്ടറിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ചെയ്തതിൽ ഒരു ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സെയിം മെത്തേഡ് തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ റിപ്പീറ്റഡ് ഫാക്ടർ വരുമ്പം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അതിനു മുന്നേ റിപ്പീറ്റഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയായിരിക്കും ഫാക്ടർ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഫാക്ടേഴ്സ് എങ്ങനെയാ, സം എസ് മൈനസ് എ, എസ് മൈനസ് ബി, അങ്ങനെ ആയിരിക്കും നമ്മൾ നേരത്തെ തന്ന ഫാക്ടർ. അപ്പൊ ഇങ്ങനെ 2 ഡിഫറെന്റ് ഫാക്ടർ ആകുമ്പോൾ എ ബൈ എസ് മൈനസ് എ പ്ലസ് ബി ബൈ എസ് മൈനസ് ബി, ഇങ്ങനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ഓക്കെ, അൺറിപ്പീറ്റഡ് ആവുന്ന സമയത്ത് 2 വ്യത്യസ്തമായ ഫാക്ടേഴ്സ് ആവുന്ന സമയത്ത്. ഇനി സെയിം ഫാക്ടേഴ്സ് ആകുമ്പോൾ, സെയിം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ എസ് മൈനസ് എ ആണെങ്കിൽ അടുത്ത ഫാക്ടറും എസ് മൈനസ് എ തന്നെ വരിക. ഓക്കെ, എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ വരിക, ദാറ്റ് ഈസ് എസ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഫാക്ടേഴ്സിന് സ്ക്വയർ, ക്യൂബ്, റേസ് ടു 4 അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ റിപ്പീറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് ഫാക്ടർ എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പം 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങളെ ഫാക്ടർ ഉള്ളതെങ്കിൽ, നിങ്ങൾ ഫാക്ടർ ഒക്കെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ, എസ് മൈനസ് എ ഹോൾ സ്ക്വയർ ഫോമിലാണെങ്കിൽ ദെൻ ഇറ്റ്സ് പാർഷ്യൽ ഫ്രാക്ഷൻ ഈസ് എ ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ, ഇതിന് വേണ്ടിയിട്ട് ഒരു കൊടുക്കുക, പ്ലസ് ബി ബൈ എസ് മൈനസ് എ. ഒരു ഫാക്ടർ സ്ക്വയറും കൊടുക്കണം, ഒന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള പവറിൽ കൊടുക്കുക, 2 ആണെങ്കിൽ 1 വരെ കൊടുക്കുക. ഇനി എസ് മൈനസ് എ ഹോൾ ക്യൂബ് ആണ് വരുന്നതെങ്കിലോ, ഇങ്ങനെയാണ് നിങ്ങളെ ഫാക്ടേഴ്സ് വരുന്നതെങ്കിലോ, ദെൻ ഇങ്ങനെ വരും, എ ബൈ എസ് മൈനസ് എ ഹോൾ ക്യൂബ് പ്ലസ് ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് മൈനസ് എ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഫാക്ടറൈസേഷൻ പോകുന്നത് റിപ്പീറ്റഡ് ഫാക്ടർ വരുമ്പോൾ. ഇനി എ എസ് മൈനസ് എ ഹോൾ റേസ് ടു 4 ആണെങ്കിൽ എന്താ വരുക, എ ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 4 പ്ലസ് ബി ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 3 പ്ലസ് സി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ്
ഡി ബൈ എസ് മൈനസ് എ ഇങ്ങനെ പോകും. ലാസ്റ്റ് നമ്മൾ ഒറ്റ ഫാക്ടറിലോട്ടേക്ക് എത്തിച്ചേരണം, അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റഡ് ഫാക്ടറിൽ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് the inverse transform of s cube minus 4s square plus 4 divided by s square into s square minus 3s plus 2. ഓക്കെ, ന്യൂമറേറ്റർ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ന്യൂമറേറ്റർ നിങ്ങൾ ഒരു ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട, ന്യൂമറേറ്ററിന് അതേപോലെ തന്നെ വെക്കുക, ഡിനോമിനേറ്ററിൽ മാത്രമേ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നുള്ളൂ. സോ ദി ക്വസ്റ്റ്യൻ ഈസ് യു ഹാവ് ടു ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് s cube minus 4s square plus 4 divided by s square into s square minus 3s plus 4. ഇത് നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ you have a quadratic equation s square minus 3s plus 4. So first you have to find its root. അപ്പോൾ ഈ s square minus 3s plus 4ന്റെ റൂട്ട് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് റൂട്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ദി റൂട്ട്സ് ആർ എസ് ഇസ് ഈക്വൽ ടു 2ഉം അതേപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു 1ഉം ആണ് ഇവിടെ റൂട്ട് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും റൂട്ട്സ് ഇസ് 2 and 1. സോ ദി ഫാക്ടേഴ്സ് ആർ എസ് മൈനസ് 2 ആൻഡ് എസ് മൈനസ് 1. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, സോ നമുക്ക് ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ s square into ഇതിന് പകരം എന്ത് എഴുതാം? s square minus 3s plus 4 is s minus 2 into s minus 1. ഫാക്ടറൈസ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ s സ്ക്വയർ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ആൻ റിപ്പീറ്റഡ് ഫാക്ടർ. സ്ക്വയർ വന്നോ അത് റിപ്പീറ്റഡ് ഫാക്ടർ ആണ്. സോ s എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് s മൈനസ് 0. s മൈനസ് 0 സ്ക്വയർ s മൈനസ് 0യും s മൈനസ് 0യും ആണ് ഇവിടെ റിപ്പീറ്റഡ് ഫാക്ടർ വരുന്നത്. ദാറ്റ് ഈസ് s സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്ക്വയർ വന്നാൽ അതെന്താണ്? റിപ്പീറ്റഡ് ഫാക്ടർ ആണ്, 0 ആണ് റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ട്. ഓക്കെ, സോ നമ്മൾ ഇനി ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. എസ് ക്യൂബ് മൈനസ് നമുക്ക് ലാസ്റ്റ് എൽ ഇൻവേഴ്സ് കൊടുക്കാം. എൽ ഇൻവേഴ്സ് വേണ്ട. എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് 4 divided by s square into s minus 2 into s minus 1 equal to a by, നമ്മൾ s സ്ക്വയറിന്റെ ആദ്യം എടുക്കാം, a by s square. So this is a repeated factor. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കണം? b by s. s square എഴുതുക, നെക്സ്റ്റ് is s plus c by s minus 2 plus d by s minus 1. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്തുണ്ടാവാം? പാർഷ്യൽ ഫ്രാക്ഷൻ, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് അതിന് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ LCM എഴുതാം. 4s സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 ഇൻറ്റു s മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇറ്റ് ഇസ് a ബൈ s സ്ക്വയർ. അപ്പം ഇവിടെ LCM എന്ന് പറയുന്നത് എന്താ? s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 ഇൻറ്റു s മൈനസ് 1 ആണ് LCM. അപ്പൊ എല്ലാ ടേംസിന്റെ ഡിനോമിനേറ്റർ നിങ്ങൾ എന്താക്കണം? s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 ഇൻറ്റു s മൈനസ് 1 ആക്കണം. സോ ഇവിടെ s സ്ക്വയർ ഉണ്ട്. ഇനി എന്താ വേണ്ടത് നമുക്ക്? s മൈനസ് 2ഉം s മൈനസ് 1ഉം ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെയിം സംഭവം നിങ്ങൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. s മൈനസ് 2ഉം s മൈനസ് 1ഉം പ്ലസ് b ബൈ s. അപ്പൊ ഇവിടെ ആരെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എസ് ആണ് ഉള്ളത്. സോ ഇതിനെ s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 ഇൻറ്റു s മൈനസ് 1 ആക്കണമെങ്കിൽ നമ്മൾ ഇനി ആരെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? s സ്ക്വയർ ആക്കണമെങ്കിൽ ഒരു എസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ s മൈനസ് 2ഉം വേണം, s മൈനസ് 1ഉം വേണം. സോ ഈ ടേമിനെ നമ്മൾ ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്? s ഇൻറ്റു s മൈനസ് 2 ഇൻറ്റു s മൈനസ് 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്ലസ് c ഡിവൈഡഡ് ബൈ, സിയിൽ s മൈനസ് 2 ഉള്ളത്. സോ s മൈനസ് 2 കഴിഞ്ഞാൽ s സ്ക്വയറും s മൈനസ് 1ഉം വേണം. സോ s സ്ക്വയർ s മൈനസ് 1 ന്യൂമറേറ്ററിലും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. s സ്ക്വയർ ഇൻറ്റു s മൈനസ് 1 പ്ലസ് d ഡിവൈഡഡ് ബൈ, ഡിന്റെ ഡിനോമിനേറ്റർ is s മൈനസ് 1. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2. ന്യൂമറേറ്ററിലും s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇക്വേറ്റിംഗ് ദി ന്യൂമറേറ്റർ.
ഇപ്പം ന്യൂമറേറ്റർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഉണ്ടാവുക. സോ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് എസ് ക്യൂബ് minus 4 square plus 4 equal to a into s minus 2 into s minus 1 plus b into s minus 2 into s minus 1 plus c into s square into s minus 1 plus d into s square into s minus 2. Okay. ഇങ്ങനല്ലേ കിട്ടും? c into s square into s minus 1. c into s square into s minus 1. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പം ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എസ് സ്ക്വയർ, എസ് മൈനസ് 2, എസ് മൈനസ് 1. സോ എസ് സ്ക്വയർ എന്ന് പറയുമ്പം എസിന് 0 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും, 2 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും, 1 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എ ബി സി ഡി 4 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് 3 വാല്യൂസേ ഉള്ളൂ. അപ്പൊ ഈ 3 വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു 3 എണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4മത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോഎഫിഷ്യൻസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിങ്ങനത്തെ കോൺസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാ, അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ്. അപ്പൊ അതേപോലെ തന്നെ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻസ് ഒക്കെ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ s = 0 കൊടുക്കുക, s = 2 കൊടുക്കുക, s = 1 കൊടുക്കുക. then you will get the answers. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ s = 0 കൊടുത്താൽ എന്താ വരുക? നിങ്ങൾ കൊടുത്തു നോക്കുക. എസിന് 0 കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ വാല്യൂ ആണ് കിട്ടുക. എന്റെ വാല്യൂ 2 കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ s = 2 കൊടുത്താൽ, ഓക്കെ, s = 2 കൊടുത്താൽ നിങ്ങൾക്ക് സിന്റെ വാല്യൂ ആണ് കിട്ടുക. ആൻഡ് സിന്റെ വാല്യൂ -1 കിട്ടും. അതേപോലെ s = നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്റെ വാല്യൂ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഇത് കൊടുത്ത 1 അല്ലേ, 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -1 കിട്ടും. ഡിന്റെ വാല്യൂ ഇസ് -1. അപ്പൊ ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമുക്കിന്റെ 4മത്തെ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഫാക്ടറൈസ് ചെയ്ത് തന്നെ തിരിച്ചിട്ട് നമ്മൾ ഇക്വേഷനിലോട്ടേക്ക് മാറ്റി എഴുതണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എസ് ക്യൂബിന്റെ ടേം ഉണ്ടാവും, ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ക്യൂബിന്റെ ടേം ഉണ്ടാവും. പക്ഷെ എന്താണ്, ആർക്കും ഡൗട്ട് ഉണ്ടോ? എന്താ നിഹാരിക പറ. എന്റെ കൂടെ എസ് വേണ്ടേ? എവിടെയാ മോളെ? ഇവിടെയാ? വേണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ a/s² എന്നല്ലേ എഴുതിയിട്ടുള്ളേ അല്ലേ? അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ ഓൾറെഡി s² ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മള് LCM ചെയ്യല്ലേ ചെയ്യുന്നത്, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ LCM എന്ന് പറഞ്ഞാല് s² into s minus 2 into s minus 1 ആണ് നമ്മൾ LCM അല്ലേ? അപ്പൊ ഇവിടെ താഴെ ഓൾറെഡി s² ഉണ്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡില് ഇതിന്റെ ഡിനോമിനേറ്റർ ഉണ്ടോ? s² into s minus 2 into s minus 1 ആണ് നമ്മള് LCM. ഓക്കെ, s² into s minus 2 into s minus 1 ആണ് നമ്മൾ LCM. അത് മനസ്സിലായോ? ഇനി ഇവിടെ വന്നു കഴിഞ്ഞാല് എന്റെ ഡിനോമിനേറ്ററിൽ s² ഓൾറെഡി ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ എന്റെ ഡിനോമിനേറ്ററിൽ s² ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ആരെയും കൂടിയേ മൾട്ടിപ്ലൈ ചെയ്യണ്ടു? s minus 2നെയും s minus 1നെയും മാത്രമല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടു? എസ് വേണ്ട, നമ്മൾ LCM ആണ് ആക്കുന്നത്. അതായത് ഇതിന്റെ എല്ലാ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുക ചെയ്യുന്നത്.
നമുക്ക് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ, ഇപ്പം എന്റെ ഡിനോമിനേറ്ററും ബിന്റെ ഡിനോമിനേറ്ററും സിന്റെ ഡിനോമിനേറ്ററും ഡിന്റെ ഡിനോമിനേറ്ററും നമുക്ക് എന്താക്കണം? ഈ എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എസ് മൈനസ് 1 ആക്കണം. അതാ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി എസ് സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്നെ നമ്മൾ ആരെയും മൾട്ടിപ്ലൈ ചെയ്യണ്ടു? എസ് മൈനസ് ടുവിന് എസ് മൈനസ് 1നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടു. ഓക്കെ, ആ അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടുക. ബാക്കി ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് 4 എഴുതുക ഈക്വൽ ടു എ ഇൻറ്റു, ഇതിനെ നമ്മൾ നേരത്തെ പോലെ എഴുതുക. എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1 എന്താ? നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയതാ. ഏത് ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ഫാക്ടറൈസ് ചെയ്തത്? എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2നെ നമ്മൾ ഫാക്ടറൈസ് എഴുതിയതാ ഇത്. അപ്പൊ ഇനി ഈ എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1ന് പകരം നിങ്ങൾ എന്ത് എഴുതുക? എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് തന്നെ എഴുതുക. പ്ലസ് ബി ഇൻറ്റു എസ് ഇൻറ്റു അഗെയിൻ എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1ന് പകരം നിങ്ങൾ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് എഴുതുക. പ്ലസ് സി ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 1. ഇതിനെല്ലാം അതായത് ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. പ്ലസ് ഡി ഇൻറ്റു എന്താ എസ് ക്യൂബ് മൈനസ് 2s സ്ക്വയർ, ഇങ്ങനെയൊക്കെ വരും. ഇനി ഒന്നും കൂടി ഇത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. എ സ്ക്വയർ മൈനസ് 3sa പ്ലസ് 2a പ്ലസ് ബി എസ് ഇൻറ്റു ബി എസ് ക്യൂബ് മൈനസ് 3bs പ്ലസ് ബി എസ് 2 ഇങ്ങനെയൊക്കെ എഴുതുക. പ്ലസ് സി എസ് ക്യൂബ് മൈനസ് സി എസ് പ്ലസ് ഡി എസ് ക്യൂബ് മൈനസ് ഡി ഇൻറ്റു 2 ഇൻറ്റു എസ് സ്ക്വയർ, ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇനി നമുക്ക് കിട്ടാനുള്ളത് ആരെയാ? ബിന്റെ ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ ബിന്റെ കൂടെ എസ് ഇല്ലേ? എന്താ? ബിന്റെ കൂടെ എസ്, ബിന്റെ കൂടെ എസ് ഉണ്ട്. അതെന്തുകൊണ്ടാ? ബിന്റെ ഡിനോമിനേറ്ററിൽ എസ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നോക്ക്, ഇവിടെ ബിന്റെ ഡിനോമിനേറ്ററിൽ എസ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? നമുക്ക് എസ് സ്ക്വയർ വേണ്ടേ? നമുക്ക് എസ് സ്ക്വയർ വേണ്ടേ? അപ്പൊ എസ് സ്ക്വയർ വേണമെങ്കിൽ എസിന്റെ കൂടെ ഒരു എസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ബിന്റെ കൂടെ എസ് വന്നേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ബാക്കി നാളെ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ ഇത്രയും ഇക്വേഷൻ നമ്മൾ എഴുതി. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ബി ആ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് സൈഡിലും എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1 ആണ്. ഈക്വൽ ടു ഈ റൈറ്റ് സൈഡ് എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താ? ബി വരുന്നുണ്ട്, പിന്നെ ഇതാ സി വരുന്നുണ്ട്, പ്ലസ് ഡി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ ഇക്വേഷനിൽ നമുക്ക് സിയും ഡിയും അറിയാം. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് വരും? 1 ഇസ് ഈക്വൽ ടു ബി മൈനസ് 1 മൈനസ് 1. അപ്പം ദെൻ ബി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇവിടെ പ്ലസ് 2 1 മൈനസ് 2 ബി ഈസ് ഈക്വൽ ടു 3 കിട്ടും. ഓക്കെ, അപ്പൊ എ ബി സി നമ്മൾ തന്ന ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻവേഴ്സ് നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി നിങ്ങൾ ചെയ്യുക. ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. നിങ്ങളെ റോൾ നമ്പർ ഇല്ലേ? അത് വെച്ചിട്ടൊന്ന് പറ. 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 ഇല്ലേ? 14 ഓക്കെ, 15 16 17 17 പറ. 18 ആബ്സെന്റാ? present ആ പറ. 19 ബാക്കി പറ. 20 21 22 23 24